പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുക. നമ്മുടെ പ്രിയപ്പെട്ട വട്ടായലിച്ചൻ്റെ സ്നേഹം, ബിനോയിച്ചൻ്റെ കൂട്ടായ്മ, സോജിയച്ചൻ്റെ പ്രാർത്ഥന, അങ്ങനെ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഈശോ അരമണിക്കൂറുള്ളെങ്കിലും ആ സമയം കർത്താവ് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പേർക്ക് അനുഗ്രഹമാണ് ഈ ശുശ്രൂഷ. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ദൈവ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ സന്തോഷം തോന്നും. ഇന്ന് നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹം കിട്ടട്ടെ. നമ്മൾ നോമ്പ് കാലത്തിലാണ്. നോമ്പിൻ്റെ എല്ലാ ചൈതന്യവും കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകും. നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണം. ശരിക്കും ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. യേശു തൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തതാണ്. അപ്പോൾ ആ ഒരു ഗാനമാണ് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ ഗാനം ഒന്ന് പാടി പ്രാർത്ഥിക്കാം. എന്താ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കണം. നന്നായി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഉച്ചത്തിൽ സ്തുതിച്ച് പാടി ആരാധിക്കട്ടെ. യേശുവിന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. കരമടിച്ച് തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. ശക്തിയോടെ കരങ്ങളടിച്ച് യേശുവിന്റെ ജീവൻ കൊടുത്ത് ആമേൻ എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപം, രോഗം, ശാപം, പാപത്തിനെന്റെ മേൽ ഭരണമില്ല. ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല. ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. കരങ്ങളടിച്ച് യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. കരങ്ങൾ താഴ്ത്തി ഇടത്തൊട്ട് വലത്തോട്ട് കരങ്ങളടിച്ച് തീപ്പൊരിയായി പ്രാർത്ഥിക്കണം. കരങ്ങൾ നന്നായി അടിക്കുക. കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു. കുടുംബങ്ങൾ, വ്യക്തികൾ മാനസാന്തരത്തിലേക്ക് തിരിയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ നോമ്പ് കാലം ഫലദായകമാകാൻ ദൈവജനം പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ ചുടു രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ജനമേ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാ രോഗങ്ങളെ എടുത്തു. ആമേൻ. യേശു
യേശുതന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങളെ എടുത്തു. കരമടിച്ച് അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. ശക്തിയോടെ അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. ശക്തിയോടെ കരമടിച്ച് രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. കരമടിച്ച് പാടാം. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗത്തെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളും കെട്ടുകളും അണിയണം. ഭൂതങ്ങളും പാതകളും വിട്ടുമാറി പോകണം. സാത്താന്യ ശക്തികൾ വിട്ടുമാറി പോകണം. ആധിപത്യങ്ങൾ തകരണം. യേശുക്രിസ്തു പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഉറക്കെ ചങ്കുപെട്ടി വിളിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുക്രിസ്തു പരിശുദ്ധ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഇന്നിപ്പോൾ ശുശ്രൂഷയിൽ പങ്കുചെയ്യുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് കരുണയും സ്നേഹവും എല്ലാവരിലേക്ക് നിറയട്ടെ. പ്രത്യേകിച്ച് രോഗികളിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ, കർത്താവ് കുടുംബങ്ങളിൽ, മാതാപിതാക്കളിൽ, സഹോദരന്മാരിൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി, അവിടുത്തെ തിരുരക്തത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വ്യാപരിച്ച് അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശു ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു. യേശു തന്റെ ജീവൻ കൊടുത്ത് ജീസസ്, എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. എന്നെ അവൻ സ്വന്തമെടുത്തു. കർത്താവ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കളെ അവിടുന്ന് വെറുങ്കയോടെ പറഞ്ഞയക്കരുത്. അവിടുത്തെ സ്നേഹത്തിൽ ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണുനീരൊപ്പണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. നമുക്ക് ശാന്തമായി എവിടെയെങ്കിലും ഇരിക്കാം, ഇരുന്ന് വചനം കേൾക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം നൽകും. ആദ്യം തന്നെ ഒരു സാക്ഷ്യം. കർത്താവിന് സന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് തടസ്സം വരും. എന്നാൽ പ്രതീക്ഷ വിടാതെ അവൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച ഒരു സഹോദരൻ, യുവാവിനെ ഈശോ അനുഗ്രഹിച്ച് അവന് ഏറ്റവും നല്ലൊരു ജോലി കൊടുത്ത ഒരു സാക്ഷ്യമുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് വചന ശുശ്രൂഷയിൽ പ്രവേശിക്കാം. എൻ്റെ പേര് ലിജോ. ഞാൻ പാലാരൂപതയിലെ കടനാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ എംടെക് കഴിഞ്ഞത് 2024 ജൂലൈയിലാണ്. ജൂലൈ കഴിഞ്ഞ് ഡിഗ്രി കിട്ടി. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെ ഞാനാണെങ്കിൽ ജോലി നോക്കുമായിരുന്നു. എനിക്കൊരു AI റിസർച്ചറായിട്ട് നല്ലൊരു കമ്പനിയിൽ ജോലി വേണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ഒന്നെങ്കിൽ ആദ്യം തന്നെ ഞാനൊരു ഫ്രഷർ ആയതുകൊണ്ട് തന്നെ എന്നെ അവർ റിജക്റ്റ് ചെയ്യും, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ 4-5 റൗണ്ടുകളുണ്ടായിരിക്കും. ആദ്യത്തെ 3-4 റൗണ്ട് മുഴുവൻ പാസ്സാവും, ലാസ്റ്റ് റൗണ്ട് ആകുമ്പോഴത്തേനും പോകും. അങ്ങനെയായിരുന്നു മാർച്ച് വരത്തെ കാര്യം. അങ്ങനെ ഒരു 8 മാസം ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെ പോയി. അങ്ങനെ മാർച്ച് ഞാൻ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വന്ന 2025 ഈ വർഷം 2025 മാർച്ചിലെ ആദ്യ വെള്ളിയാഴ്ച ഈ സഹോദരൻ
ഇതുപോലത്തെ ചില പ്രാർത്ഥനകളുമായിട്ട് ഇവിടെ വന്ന്. അപ്പോൾ സാംസൺ അച്ഛൻ ഇവിടെ ആളെ കണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ആ ലൈനിൽ പോയി നിന്നു. അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛൻ ഞാനിങ്ങനെ ജോലിക്ക് ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. അച്ഛൻ പറഞ്ഞു ജോലി കിട്ടും, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനാണെങ്കിൽ വട്ടായിലച്ഛനാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇതുപോലെ വചനം പഠിപ്പിക്കുമായിരുന്നു. 2 വചനമായിരുന്നു അന്ന് പറഞ്ഞത്. ഒന്ന് ഉൽപ്പത്തി 18:14, കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ. പിന്നെ ഒന്ന് മത്തായി 7:7, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ 2 വചനവും ഞാനങ്ങ് മീൻസ് ബാക്കി പിന്നീട് ദിവസങ്ങളിലല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ കൂടാതെ ഞാനാണെങ്കിൽ ഒരു നിയോഗം വെച്ചൊരു 3 ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ഇവിടെ വന്നു. ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് വന്നു. 2ാമത്തെ ആദ്യ വെള്ളിയാഴ്ച വന്നപ്പോഴത്തേനും സാംസൺ അച്ഛനെ കൊണ്ട് എൻ്റെ റെസ്യൂമേ ആണെങ്കിൽ വെഞ്ചിരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 ആഴ്ചയായിരുന്നു ശരിക്കും നിയോഗം വെച്ചത്. അത് വെച്ചാണെങ്കിൽ ജൂൺ മാസം ആകുമ്പോഴത്തേനും 3 ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞിരിക്കും. ഞാൻ ജൂലൈയിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യത്തെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്നും പറഞ്ഞാണ് ജൂണിൽ മനസ്സിലൊരു തീരുമാനം എടുത്താണ് ഞാൻ പോയത്. പക്ഷേ ജൂലൈയിലെ ആദ്യ വെള്ളിയാഴ്ച ജോലിയുടെ റിസൾട്ട് ഒന്നും വന്നില്ല. എന്നാൽ പിന്നെ 2ാം ശനിയാഴ്ചയായിരിക്കുമെന്ന് വിചാരിച്ചു, അന്നും വന്നില്ല. ഞാൻ എന്നായാലും സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിലും 2ാം ശനിയാഴ്ച ഇവിടെ വന്നു. സാംസൺ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ കുറേ ആയി വരുന്നു. അച്ഛനറിയാം, അച്ഛനെ എന്നെ പരിചയമുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, ഈ പ്രാവശ്യം നിനക്ക് എന്തായാലും കിട്ടും, അടുത്ത മാസം നീ വരുമ്പോൾ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ശരിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ ഒരു AI റിസർച്ച് സയൻറ്റിസ്റ്റായിട്ട് ഒരു ഹെൽത്ത് ടെക് കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു. തിങ്കളാഴ്ച ജോയിൻ ചെയ്യും. പോയി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്കിവിടെ വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നി. നന്ദി. ഓഗസ്റ്റിലെ ആദ്യ വെള്ളിയാഴ്ച സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ടോ, ഒരു ദൈവ പൈതലിന് അവൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥ, ജോലി ഇല്ല എന്ന് പറയുമ്പോൾ ഒത്തിരി ഭാരമുണ്ടാകും. ആ ഭാരത്തിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ ഈ മലമുകളിലേക്ക് വന്നപ്പോൾ ദൈവം ആ മകനെ ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ഞായറാഴ്ച നിങ്ങൾ വചനം കേൾക്കാനായിട്ട് നിങ്ങളിപ്പോൾ ആയിരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണം. എന്താണെന്നറിയാവോ? നമ്മൾ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് വരണം. അതിനാണ് ശരിക്കും നോമ്പ് കാലം. നമ്മുടെ അവസ്ഥ കണ്ടറിഞ്ഞ് അതിൽ നിന്ന് തിരിച്ചു വരണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരിക. നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരിക. 2 തിമോത്തി 2-ാം അധ്യായം 20-21 തിരുലിഖിതങ്ങൾ. 2 തിമോത്തി 2-ാം അധ്യായം 20-21. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയുണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യമായ വിശുദ്ധ പാത്രമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാം മറ്റുള്ളവർക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹമായി മാറും, വിശുദ്ധ പാത്രമാക്കി മാറ്റും. അവൻ്റെ നികൃഷ്ടമായ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരണം. അതുകൊണ്ട് നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നോമ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ചില അവസ്ഥകളുണ്ട്, ചില തഴക്ക ദോഷങ്ങളുണ്ട്, ചില കുറവുകളുണ്ട്, ചില ബലഹീനതകളുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കി അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണം. 2 ദിനവൃത്താന്തത്തിൽ 7-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം, 2 Chronicles chapter 7 verse 14. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ 2 വചനങ്ങൾ നമുക്ക് കർത്താവ് എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? സർവ്വ ജനതകളോടും കർത്താവ് പറയുക, ക്രിസ്ത്യാനോട് മാത്രമല്ല.
നിങ്ങൾ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയണം, പാപങ്ങൾ ഉപേക്ഷിക്കണം. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് താൻ പ്രാർത്ഥന കേട്ട്, നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം അനുഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ നമ്മുടെ പ്രാർത്ഥന എത്തി അത് ഫലം ചൂടണമെങ്കിൽ നമ്മുടെ ദുഷ്ടതയും നമ്മുടെ കപടതയും വഞ്ചനയും എല്ലാം മാറ്റിവെക്കണം. ആവശ്യമില്ലാത്ത വേണ്ട, അല്ലേ? നമ്മൾ നല്ല പാത്രങ്ങളാകണം. ഒരു പാത്രം നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ പാത്രത്തിലും നമ്മൾ ഭക്ഷണം കഴിക്കില്ല. വൃത്തിയുള്ളതും കഴുകി വെടിപ്പാക്കപ്പെട്ട പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ, അതിൽ നമ്മൾ വിളമ്പുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, വൃത്തികെട്ട ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ അഴുക്ക് നിറഞ്ഞ ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പി തന്നാൽ നമ്മളത് കഴിക്കില്ല. വിശപ്പുണ്ടെങ്കിൽ പോലും കഴിക്കാൻ തോന്നില്ല. അപ്പം നമ്മളാകുന്ന ഓരോ വ്യക്തികളെയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ക്ലിയർ ആക്കണം. അപ്പോഴാണ് സ്വർഗം പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി എന്താ പറയുക മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നു, അതുപോലെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ നാട്ടിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പല നിയോഗങ്ങളും പ്രാർത്ഥനകളും പല നാളുകളായി ദിവസങ്ങളായി നിങ്ങൾ അഭിഷേകാഗ്നി മറ്റു സ്ഥലങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിക്കുക. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നില്ല. നിങ്ങളാകുന്ന ശരീരം അല്ലെങ്കിൽ നിങ്ങളൊരു പാത്രമാണെന്ന് ചിന്തിക്കുക. ആ പാത്രത്തിൽ ഇരിക്കുന്ന അഴുക്ക് പോലെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പാപത്തിൻ്റെ അഴുക്കുകൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ദൈവം അനുഗ്രഹിക്കുകയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പ്രാർത്ഥന കേൾക്കുകയില്ല. പാത്രം ക്ലിയർ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, അങ്ങനെ നമ്മളെ തന്നെ ക്ലിയർ ആക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. കർത്താവ് നമ്മളോട് അവിടുത്തെ സ്നേഹം മുഴുവൻ നിറയ്ക്കും. പിന്നെ കർത്താവ് നിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ കഴിഞ്ഞ കാലത്തെ അവസ്ഥയെക്കുറിച്ചോ ചിന്തിക്കില്ല. എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 32-ാമത്തെ ലിഖിതം, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറണം. അങ്ങനെ നമ്മളെ തന്നെ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് ക്ഷമിച്ചും സ്നേഹിച്ചും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ സ്വർഗം താഴത്തേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മൻ്റെ അഭിഷേകം ഉണ്ടാകും. ഇന്ന് മനുഷ്യന് എന്താ പറയുക, മനുഷ്യന് അവനെക്കുറിച്ച് തന്നെ ഒരു ചിന്തയില്ല. അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കുടുംബങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒരു ചിന്തയില്ല. എല്ലാവരും ടോപ്പായിട്ട് എത്തണം. പക്ഷേ തങ്ങളെ തന്നെ വിശദീകരിക്കാനോ തങ്ങളുടെ കുറവുകളെ തിരിച്ചറിയാനോ ഒരു മനുഷ്യന് താല്പര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ, വചനം കേൾക്കാൻ വരുമ്പോൾ, കൺവെൻഷൻ മന്ദിരത്തിൽ വരുമ്പോൾ അവിടെ ശക്തമായിട്ട് പാപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ശക്തമായിട്ട് ഒരാൾ പ്രസംഗിച്ചാൽ ആ വചനം കേൾക്കാനോ ആ പ്രസംഗം കേൾക്കാനോ ആൾക്കാർക്ക് താല്പര്യമില്ല. മനുഷ്യന് അനുഗ്രഹം മാത്രം മതി. തങ്ങളെ തന്നെ വിശദീകരിച്ച് ഈ ലോകത്തിൽ വിശുദ്ധമായി ജീവിക്കണമെന്ന് ഒരാൾക്കും താല്പര്യമില്ല. കാരണം അത്രയേറെ ദൈവമക്കളെ പിശാച് പിടിച്ചിരിക്കുക. ഇന്ന് കാണുന്ന മീഡിയയും അവൻ കേൾക്കുന്ന പാട്ടുകളും ശുശ്രൂഷകളും സിനിമകളും ഇതെല്ലാം അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാണ്. ദൈവവചനം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ തങ്ങളെ തന്നെ വിശദീകരിക്കാനോ അവന് താല്പര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിച്ചും പൊറുത്തും നമ്മളെ തന്നെ വിശദീകരിച്ചും ജീവിക്കാൻ മാത്രമേ സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠ വേണ്ട. മാത്സര്യമോ അല്ലെങ്കിൽ എന്താ പറയുക, ഇതെന്ത് സംഭവിക്കും, ഇതെങ്ങനെ കിട്ടും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കർത്താവിന് സന്നിധി ക്ലിയർ ആകുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 3-4 തിരിലിഖിതങ്ങൾ, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം നോക്കണം. നമ്മളിങ്ങനെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ തന്നെ കാര്യം നോക്കിയാൽ പോരാ. നമുക്കിന്ന് സ്വാർത്ഥനാണ്. മറ്റുള്ളവർ സങ്കടപ്പെടുന്നുണ്ടോ, അവരുടെ വേദന എന്താണെന്നോ അവരുടെ ആവശ്യം എന്താണെന്ന് അറിയാതെ സ്വാർത്ഥതയുടെ ഒരു ലോകത്തിലാണ്. ഇതല്ല കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൻ്റെ സമൂഹം, സ്നേഹത്തിൻ്റെ കുടുംബം, ഹൃദയത്തിൽ ജീവിക്കുന്ന കുടുംബം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുക. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 24-ാമത്തെ ലിഖിതം, എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും
ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവ് എന്താണോ എന്നെ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ മനുഷ്യൻ എത്ര നാളുണ്ടാവും? നമ്മുടെ ജീവിതം എത്ര നാളുണ്ടാവും? ആരോഗ്യത്തിൽ എത്ര നാൾ ജീവിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തോട് ഐക്യപ്പെട്ട് സ്നേഹത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുക. എത്രമാത്രം നമ്മൾ കൊടും ക്രൂരത ചെയ്താലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു മനസ്സാക്ഷിയുടെ സ്വരമുണ്ട്. നമുക്ക് ആ സ്വരം നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 1-ാമത്തെ ലിഖിതം, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവധിയില്ല. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാമെന്ന് പറയുമ്പോൾ ഈ വചനത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മളെ തന്നെ വിശദീകരിക്കുക. അപ്പോഴാണ് യേശുവായിട്ട് ഐക്യം ഉണ്ടാവുകയുള്ളൂ. ഇല്ലേ, നമുക്കൊരാളുമായിട്ട് ഒരു എന്തെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത ക്രൂരതയോ വഞ്ചനയോ കൊണ്ട് നമുക്ക് അവരോടൊരു എന്താ പറയുക, ഒരു ഈർഷ്യ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു വഴക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ആ വ്യക്തിയുമായി നമ്മൾ കണ്ടുമുട്ടി അവനുമായിട്ട് ഐക്യത്തിലെത്തിയാലോ അവിടെ സമാധാനം ഉണ്ടാവും. ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തിനും ദൈവവചനത്തിനും എതിരായി ജീവിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ഐക്യം വിട്ടുപോകും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നികൃഷ്ടമായ ജീവിതത്തിൽ നിന്നും വിശുദ്ധമായ ജീവിതത്തിലേക്ക് വരണം. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ആലപ്പുഴ IMS ധ്യാന കേന്ദ്രത്തിൽ സ്നേഹബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായിലച്ചൻ നടത്തിയ ഒരു അഭിഷേകാഗ്നി കൺവെൻഷനിൽ അച്ഛനോടൊപ്പം ഞാനും പോയി. അന്ന് ആ കൺവെൻഷനിൽ പങ്കുചേരുമ്പോൾ ആ കൺവെൻഷൻ പന്തലിൽ അച്ഛൻ ഒരാളെ ശ്രദ്ധിച്ചു. ഒരു കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് കഴുത്തിൽ വലിയൊരു കൊന്തയൊക്കെ ഇട്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും മുമ്പിൽ വന്നിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ പേരാണ് ഇറച്ചി ആൽബി. ഇറച്ചി ആൽബി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും എന്താണെന്ന് പരിശോധിച്ചാൽ 1950 മെയ് 7 മാത്യു ആൽബി ആലപ്പുഴ ചേർത്തല തങ്കി എന്നുള്ളൊരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത്. വളരെ പാവപ്പെട്ട കുടുംബം. അപ്പൻ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിലൊക്കെ മത്സ്യബന്ധനം നടത്തുന്ന കുടുംബം വളരെ ദാരിദ്ര്യത്തിലായിരിക്കും. അങ്ങനെ ദാരിദ്ര്യവും പട്ടിണിയും അറിഞ്ഞ് ജീവിച്ച ഈ മകൻ അപ്പനെ ആരോ കൊല്ലും. കടലിൽ മീൻ പിടിക്കാൻ പോയ അപ്പൻ പിന്നെ തിരിച്ചു വരുന്നത് ജഡമായാണ്. ജീവൻ നഷ്ടപ്പെട്ട ജഡമായി തിരിച്ചു വരികയാണ്. പിന്നെ അവർ അനാഥരായി. അപ്പൻ നഷ്ടപ്പെട്ടു. പിന്നീട് മുമ്പോട്ട് ജീവിതം പോവുകയാണ്. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അനിയനെ മറ്റൊരാൾ കൊല്ലും. അങ്ങനെ ജീവിതത്തിൽ ഭയങ്കരമായ അവസ്ഥ. അങ്ങനെ ആ മനുഷ്യൻ ഒരു ഇറച്ചിക്കട തുടങ്ങുകയാണ്. ആ കടയിൽ നിന്ന് അദ്ദേഹം പിന്നെ ഒരു ഗുണ്ടയായി മാറും. സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു തത്രപ്പാടിൽ ഒരു ഗുണ്ടയായി മാറിയിട്ട് തനിക്കെതിരെ വരുന്ന ആളുകളെ ആരായിരുന്നാലും അവൻ്റെ ഹൃദയം കഠിനമായി. അവന് ദൈവമില്ല, അവന് വിശ്വാസമില്ല. അങ്ങനെ എതിരെ നിൽക്കുന്നവരാരെയും കൊലപ്പെടുത്തി കത്തിയുമായി ഷാപ്പിലേക്ക് വന്നിട്ട് ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ള് വാങ്ങിച്ചിട്ട് ആ കത്തി കള്ളിൽ കഴുകി കുടിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യനാണ് ആ ധ്യാനത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. ആ ധ്യാനത്തിൽ അഭിഷേകത്തിന് മുമ്പിൽ ഇരിക്കുക. അദ്ദേഹം അന്ന് എനിക്കൊരു പുസ്തകം തന്നു. ആ പുസ്തകമാണിത്, കാരുണ്യത്തിൻ്റെ കനൽ കിരീടം. ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായത്. അത്രയേറെ ഇത് ഒരു ദിവസം 2-3 ദിവസം പറയാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ അശുദ്ധിയിലും മ്ലേച്ഛതയിലും ഒരു ഗുണ്ടയായിട്ട് ജീവിച്ച് അവസാനം അദ്ദേഹത്തെ അവരൊക്കെ അടിച്ച് ജീവൻ പോലും പോകുന്ന സമയത്ത് ആശുപത്രിയിൽ നിന്ന് തിരിച്ച് മരണം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 2 സിസ്റ്റർമാർ അദ്ദേഹത്തെ കാണാൻ വരും. അദ്ദേഹം എനിക്ക് ആരും സിസ്റ്ററേയും കാണണ്ട, ആരെയും കാണണ്ട. പക്ഷേ അവർ വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞിട്ട് പറയും, സിസ്റ്ററെ എന്നെ കർത്താവ് സ്വീകരിക്കുമോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, യേശു ക്രിസ്തു നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നമ്മൾ പാട്ടിൽ പാടിയില്ലേ, യേശു തൻ്റെ ജീവൻ കൊടുത്ത് എന്നെ വീണ്ടെടുത്തു. അതുപോലെ തന്നെ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അദ്ദേഹം 14 വർഷങ്ങൾ കൂടി കുമ്പസാരിച്ചു. പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം വഴിയിൽ
വഴിയിൽ ഇങ്ങനെ അലഞ്ഞിരി നടക്കുന്ന മാനസിക രോഗികളെ പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ മുടിയൊക്കെ വെട്ടി അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത് ഇന്നും അദ്ദേഹം ജയിലിൽ നിന്ന് കൊണ്ടുവന്നൊരു പാത്രത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് സ്വന്തം കഴുകി കൊണ്ടുവച്ച് അത് അദ്ദേഹം കഴുകി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നോക്ക്, ആ മനുഷ്യനെക്കുറിച്ച് എനിക്ക് ധാരാളം പറയാനുണ്ട്. പക്ഷേ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഇന്ന് കർത്താവിന് പ്രിയപ്പെട്ട ദാസനായി മാറിയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരാണ് ബ്രദർ ആൽബി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കർത്താവ് പറയും, തൻ്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത ദൈവജനമേ, നിന്റെ നികൃഷ്ട ജീവിതം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ വിജയമുണ്ട്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5-ാമത്തെ ലിഖിതം. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഇത് നിങ്ങളിങ്ങനെ പറയണം, കർത്താവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിനെ കാണണം, അനുഭവിക്കണം. അതിന് നമ്മളെ തന്നെ വിശദീകരിക്കണം. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാമത്തെ ലിഖിതം. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുമ്പിനേക്കാൾ ധന്യമാക്കി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആൽബി എന്ന് പറയും, ബ്രദർ ആൽബിയുടെ ജീവിതം ധന്യമാണ്. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ജീവിതം. നഷ്ടപ്പെട്ടു പോയ ആ വേദനയുടെ ആ ദിനങ്ങൾ മാറി സമാധാനത്തിൻ്റെ ദിനങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ ലിഖിതം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന് പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവാകുന്ന പ്രകാശത്തിൽ നടക്കാൻ ഒരേ ഒരു കാര്യമേ കർത്താവ് ആവശ്യപ്പെടുന്നുള്ളൂ, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. ഒരു വചനം കൂടി നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ 12:24. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേ പിടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മളെ തന്നെ വിശദീകരിക്കാം. അങ്ങനെ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി തീരട്ടെ. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് ആരാധനയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേട്ട വചനങ്ങളെ നമുക്കൊരിക്കൽ കൂടി ധ്യാനിക്കാം. ഈ ലോകത്തിലെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, ആസക്തിയിൽ നിന്നും, പാപത്തിൽ നിന്നും മോചനം നേടി പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നാം വിശുദ്ധീകരിക്കപ്പെടണം, കുടുംബം വിശുദ്ധീകരിക്കപ്പെടണം. ലോക അരൂപിയിൽ നിന്ന് വിട്ടുമാറി ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുന്ന സമയത്ത് യേശു നാമത്തെ വിളിക്കുമ്പോൾ ഈശോ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കും. സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉച്ചത്തിൽ വിളിച്ച് യേശുവേ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. യേശുവേ യേശുവേ അപ്പാ വിശുദ്ധീകരിച്ചിടണേ. പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിച്ചിടണേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദേഹവും ആത്മാവും മനസ്സും തൊടണേ കർത്താവേ. സൗഖ്യപ്പെടുത്തണേ കർത്താവേ. അനുഗ്രഹിക്കുന്ന കർത്താവേ. ഈശോയെ പ്രാർത്ഥിക്കുന്നു.